ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിഷാസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലി റിലേറ്റീവ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇനിയും വീഡിയോസ് എല്ലാം ഇടാനൊരു മോട്ടിവേഷൻ ആവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. എല്ലാവരും നല്ല കമൻസൊക്കെ പറയാറുണ്ട്, അതിലൊത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഇന്നും എന്നത്തെയും പോലെ അടുക്കള വിശേഷങ്ങളും ഷോപ്പിലെ വിശേഷങ്ങളും എല്ലാം ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഷോപ്പ് നേരത്തെ തുറന്നു കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ഷോപ്പൊക്കെ തുറന്നു, ആ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അടുക്കളയിൽ പണികളുണ്ടല്ലോ, അപ്പോൾ അവിടെ നമുക്ക് പോകാം കേട്ടോ. നമുക്ക് എന്തായാലും ദിവസവും അടുക്കള പണി ഇല്ലാത്തൊരു ദിവസം ഉണ്ടാവില്ല. അതിപ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കള പണിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ന് മോൾക്ക് ഫുഡ് കൊടുത്തയക്കാനായിട്ട് വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫ്രൈ ആണ്. ഡെയിലി എന്തെങ്കിലുമൊക്കെ ഫ്രൈ തന്നെയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇന്നലെ പിന്നെ വാഴയ്ക്കായിരുന്നു ഫ്രൈ ചെയ്തത്. ഇന്നാണെങ്കിൽ വഴുതനങ്ങ മതി പറഞ്ഞു കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഒരു 1/4 കിലോ വഴുതനങ്ങ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 4-5 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ വട്ടത്തിലൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി പരട്ടിയിട്ട് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുത്ത കോൺഫ്ലവറും കൂടി വേണം കേട്ടോ. ഇതിൻ്റെ കൂടെ കുറച്ച് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്ക് വറുത്തത് അപ്പം തന്നെ കഴിക്കാൻ കുറച്ച് ക്രിസ്പി ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ മോൾക്ക് ഉച്ചയ്ക്കല്ലേ കഴിക്കുക, അപ്പോൾ കുറച്ചൊരു ഇതുണ്ടാവും കേട്ടോ. പക്ഷെ എന്നാലും അവൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. ഇപ്പം നമുക്കൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഇത് കഴിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് വറുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് കൊടുത്തേക്കുമ്പോൾ അങ്ങനെ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ കുറച്ച് കോൺഫ്ലവറും എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പരത്തി വയ്ക്കുക മസാലയൊക്കെ. പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം. ഒരുപാട് നേരം വെക്കാനും പറ്റില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെള്ളം വിട്ട പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റൊക്കെ മതി കേട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഈ പാനിലാകുമ്പോൾ നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായി ഫ്രൈ ആയി വരും, പിന്നെ കരിയില്ല. നല്ല സുഖമാണ് കേട്ടോ ഇതിൽ വറുക്കാനായിട്ട്. അങ്ങനെ ആ പണി കഴിഞ്ഞു. പിന്നെ മോളിത മുടിയൊക്കെ കെട്ടാനായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കൊന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം. അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു കേട്ടോ. അപ്പോൾ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇടയിൽ കുറച്ച് എന്താ പറയുക സമയം കുറച്ചധികം സമയം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ കുളിക്കും കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇടയിൽ കൂടുതൽ പണി, അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ കസ്റ്റമറൊക്കെ വരും ഷോപ്പിൽ. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് പെട്ടെന്ന് സമയം കിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ മോളൊക്കെ പോയ ശേഷം കുളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് എന്തായാലും തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പണി പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇന്ന് നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതാ മോള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൾ യൂണിഫോമൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ അവളുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. മേക്കപ്പ് എന്ന് പറഞ്ഞാൽ കണ്ണെഴുതാറുണ്ട്, എപ്പോഴും കണ്ണെഴുതും കേട്ടോ. കണ്ണെഴുതാണ്ടിരുന്നാൽ എന്തോ കണ്ണൊക്കെ ഉറക്കം തൂങ്ങിയ കണ്ണ് പോലെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൾ എപ്പോഴും കണ്ണൊക്കെ എഴുതിയിട്ടാണ് സ്കൂളിൽ പോകണത്. അങ്ങനെ ഇതാ കണ്ണെഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവൾ അറിയാണ്ട് കുറച്ച് വീഡിയോ എടുത്തതാണ് കേട്ടോ. അറിഞ്ഞാലും ഒന്നും പറയില്ല, എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. അപ്പോൾ അതാ മോള് റെഡി ആയിക്കൊണ്ടിരിക്കണു. ഇനി എനിക്കാണെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ അടുക്കളയിൽ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വന്നിട്ട് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ മോൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. പിന്നെ അതിന് ശേഷം പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് കേട്ടോ എനിക്ക് ഉണ്ടാക്കണത്. അവൾക്ക് ഒരു 3 എണ്ണം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ നമുക്ക് പിന്നെ മെല്ലെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. മോള് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ടോ, പോകാൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴിക്കാനുള്ള ചപ്പാത്തിയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 4 എണ്ണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മോള് പിന്നെ ഫോണിൽ ചേച്ചിയുടെ മോനെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറഞ്ഞതായിരുന്നു. മോളിനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് വിളിക്കാൻ വരാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ റെഡി ആയിക്കൊണ്ടിരിക്കുക, വരാൻ നിൽക്കുകയാണ് പറഞ്ഞപ്പോൾ ഇവൾക്കാണെങ്കിൽ സമയമായി പറഞ്ഞിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞതായിരുന്നു കേട്ടോ. ചപ്പാത്തിക്കുള്ള മാവ് ഞാൻ നേരത്തെ തന്നെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് പരത്തി ഉണ്ടാക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എനിക്ക് മോൾക്കും മാത്രം തന്നെയാണ് കേട്ടോ. കണ്ണം ചേച്ചി ഞാനാണെങ്കിൽ ദോശ തന്നെ കഴിക്കുള്ളൂ, ചപ്പാത്തി കഴിക്കില്ല. ദിവസം ഇപ്പോൾ അങ്ങനെ ശീലിച്ചിട്ട് ദോശ മാത്രം മതി, 3 നേരം ദോശ മാത്രം മതി കേട്ടോ. അങ്ങനെയാണ്.
അപ്പോൾ മോൾക്ക് ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കി കൊടുത്ത് അവൾ കഴിച്ചു. പിന്നെ അതിന് ശേഷം എനിക്കുള്ളത് ഒരു 4 എണ്ണം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും സോയാബീൻ കറിയാണ് കേട്ടോ ഞാൻ വെച്ചത്. സോയാബീൻ പെട്ടെന്ന് വെച്ചാണ്, അതുകൊണ്ട് ഫ്രൈ ഒന്നും ചെയ്തില്ല, ഫ്രൈ ചെയ്യാണ്ടാണ് വെച്ചത്. അപ്പോൾ ഇതാണ് കേട്ടോ കറി. നമുക്ക് ചപ്പാത്തിക്കുള്ള കറി ഇതാണ്. സോയാബീൻ മസാലയാണ് കേട്ടോ. വറുത്തിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ അതാ മോള് സ്കൂളിൽ പോകാൻ റെഡി ആയിട്ടോ. കാലിൽ സാധനമൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്, ബാൻഡേജ് പോലത്തെ സംഭവമൊക്കെ കെട്ടിക്കൊടുത്തു. അതാ ചേച്ചിയുടെ മോൻ വന്നു കേട്ടോ, കാറുമായിട്ട് വന്നിട്ടുണ്ട്. മോളതാ സ്കൂളിൽ പോവാണ് കേട്ടോ. അപ്പോൾ ബസ് കയറാൻ ഇനിയും ആയിട്ടില്ല കേട്ടോ, സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുണ്ട്, അതാണ് എപ്പോഴും കൊണ്ടുവിടുന്നത് കേട്ടോ. അവളുടെ സ്കൂളിലേക്ക് വിടുന്ന ഒരു 15 മിനിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം എന്താ ഞാൻ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ, അടുക്കളൊക്കെ ക്ലീനാക്കി കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കുള്ളത് എന്തെങ്കിലും വെക്കണം. അപ്പം ഞാൻ പയർ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്ന് മുത്തശ്ശി വന്നപ്പോൾ പയർ വാങ്ങിയതായിരുന്നു. നല്ല നാടൻ പയറാണ് എടുത്തതെന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഒരു കെട്ട് എടുത്തു കേട്ടോ. ഇവിടെ ആരും കഴിക്കണില്ല കേട്ടോ, അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ കഴിക്കാനെങ്കിൽ മോളാണെങ്കിൽ പച്ചക്കറി തൊടില്ല, അവൾക്ക് ഈ പയർ വർഗ്ഗങ്ങളില്ലേ, ചെറുപയറോ കടലയോ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. പിന്നെ പച്ചക്കറിയിൽ വന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് കഴിക്കും, ഈ വറുത്ത സംഭവങ്ങളൊക്കെ കഴിക്കും, ഈ പയറൊന്നും തൊടില്ല കേട്ടോ, പറഞ്ഞാലും കേൾക്കില്ല. പിന്നെ കണ്ണം ചേച്ചി അങ്ങനെ തന്നെയാണ്, ഓരോ ദിവസം കഴിക്കും, ചില ദിവസം കഴിക്കില്ല, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്ത് വെച്ചാലും അങ്ങനെ ബാക്കി വരികയാണ്. എന്തായാലും ഒരു കെട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി വെച്ച് പിന്നെ പകുതി അങ്ങനെ കേടുവന്ന് പോവില്ല. അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊന്ന് നേരാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം ഇനി ഈ ഉപ്പേരിയും കൂടി വെക്കണം കേട്ടോ. പിന്നെ സോയാബീൻ കറിയുണ്ട്, അത് വേറെ ബാക്കിയുണ്ട്. പിന്നെ ഈ ഉപ്പേരി വെക്കാം, പിന്നെ മോരുണ്ട്, പിന്നെ ഇന്നലത്തെ ചാറ് കറിയും കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ഒഴിച്ചുകറിയൊന്നും വെക്കണില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ പയറൊക്കെ ഒന്ന് നേരാക്കട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പേരി ഇതാ ഇവിടെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കറിവേപ്പിലൊക്കെ ഇട്ട് കടുക് താളിച്ചിട്ടുണ്ട്. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇത് കമ്മിയാക്കി വെച്ചിട്ട് അങ്ങനെ അടച്ച് വെച്ച് ആവിയിൽ തന്നെ വേവിക്കാം കേട്ടോ, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉപ്പേരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ അലക്കിയിട്ട തുണികളാണ് കേട്ടത്. അപ്പോൾ സൈഡിലൊരു അയ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ, പുളിയുറുമ്പ് നിറയെ ഉണ്ട് മാവുന്ന്. ആ 2 അയയിലും ഫുൾ പുളിയുറുമ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ഇടാൻ പറ്റില്ല. പിന്നെ ഫ്രണ്ടിലാണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ ഇടണ്ട വിചാരിച്ചിട്ട് ഞാൻ പിന്നെ സൈഡിലൊരു അയ കെട്ടാൻ പറഞ്ഞു കേട്ടോ ഏട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഈ ആഴ്ച വന്നപ്പോൾ ഏട്ടൻ അയയൊക്കെ കെട്ടി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതവിടെയാണ് ഒക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചു. ഇനി അതൊക്കെ ഒന്ന് മടക്കി വെക്കണം കേട്ടോ. അപ്പോൾ കുറേ ബെഡ്ഷീറ്റും പിന്നെ കുറച്ച് ഡ്രസ്സുകളേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. 3-4 ബെഡ്ഷീറ്റായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. ഇനിയിപ്പോൾ ചൂടായില്ലേ, ഇനിയിപ്പോൾ പുതപ്പും ഒന്നും ആരും ഉപയോഗിക്കില്ല. അപ്പോൾ എല്ലാം ഒന്ന് അലക്കി മടക്കി മേലെ വെക്കാമെന്ന് വിചാരിച്ചു, ഷെൽഫിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ചൂടായതുകൊണ്ട് അധികം പുതപ്പൊന്നും ആരും യൂസ് ചെയ്യില്ല കേട്ടോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് വെറുതെ നിലത്ത് കിടക്കാനാണ് തോന്നുന്നത്, അത്രയും ചൂടാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ പുതപ്പിൻ്റെ ആവശ്യമൊന്നും ഇനിയിപ്പോൾ ചൂടുകാലത്ത് വരില്ലല്ലോ. അപ്പോൾ എല്ലാം ഒന്നും അലക്കി മടക്കി കബോർഡിലെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളം ഒഴിക്കാണ്ട് വെച്ചതാണ് ആവിയിൽ തന്നെ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പയറുപ്പേരിയൊക്കെ റെഡിയായി. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഇനി ഊണ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് ഇതൊക്കെയാണ്. പയറുപ്പേരി ഉണ്ട്, രാവിലത്തെ വഴുതനങ്ങ ഫ്രൈ, പിന്നെ സോയാബീൻ കറി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമുക്കിന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ അടുക്കളയിൽ ഇരുന്ന് കഴിക്കണില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഹാളിൽ വന്നിരുന്ന് കഴിക്കാൻ കേട്ടോ. അടുക്കളയിൽ ഷീറ്റാണല്ലോ, ഷീറ്റ് ഇട്ടുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉമ്മത്ത് വന്നിരിക്കാൻ കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരത്തെയാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മോള് വരാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ അവൾക്കൊന്ന് മോരും വെള്ളം ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോരും വെള്ളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അന്ന് പറയണ്ടായിരുന്നു മോരും വെള്ളം ഉണ്ടാക്കി തരാനായിട്ട്. അപ്പോൾ അവൾ വരുമ്പോഴേക്കും നല്ല വെയിലത്ത് വരികയല്ലേ, അപ്പോൾ മോരും വെള്ളം കലക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മോരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് എന്താ പറയുക, ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം ഇട്ടിട്ട് മിക്സിയിൽ ഒരു അടി അടിച്ചിട്ട് 2 ഐസ് ക്യൂബ് ഇട്ട് കുറച്ച് ഉപ്പിട്ട് കുടിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ.
ആ എന്നാ മോരുവെള്ളം വേണോ? പോയാ? അതാ ഞാൻ മോരുവെള്ളമൊക്കെ കലക്കിയിട്ട് കൊടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ മോരുവെള്ളമൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂട് സമയത്ത് ഇത് കുടിക്കാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഭയങ്കര റിഫ്രഷിങ് ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ് കേട്ടോ. സൂപ്പറാണ്. മോൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവളതാ കുടിച്ചുകൊണ്ടിരിക്കണു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മോരും വെള്ളം. പിന്നെ ചൂടുകാലത്ത് എല്ലാവർക്കും കുടിക്കാൻ നല്ല ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങനെ മോരുവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു കേട്ടോ. നമ്മുടെ എല്ലാ വീഡിയോസും അൻസിയെ കണ്ട് ഗ്യാസ് തീർന്നൂലേ, നീ എന്തോ പണി കൊടുത്തിട്ടില്ല അമ്മക്ക് എൻ്റെ അടുത്ത്. അൻസിയ അമ്മ പറഞ്ഞില്ലേ ഗ്യാസ് കുറ്റി തീർന്നു, അമ്മകള് തന്ന പണി. എൻ്റെ ക്ലാസ്സിൽ അൻസിയ പറഞ്ഞിട്ട് കുട്ടിയുണ്ട്. അവള് പറഞ്ഞേ നീ എന്തോ പണി കൊടുത്തിട്ടുണ്ട് ഇത് പറഞ്ഞിട്ട് പറയ. കാളാൻ വെച്ചതൊക്കെ അവന്തിക്ക് കണ്ടു. അപ്പോൾ മോള് വന്നിട്ട് പറയുമായിരുന്നു കേട്ടോ, മോളുടെ സ്കൂളിൽ പിള്ളേരൊക്കെ അമ്മയുടെ വീഡിയോ ഒക്കെ കാണുമായിരുന്നു എന്ന് പറയുമായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു ചെറിയ സെലിബ്രിറ്റി ആയോ എന്നൊക്കെ ഒരു ഡൗട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടോ. വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഷോപ്പിലും കുറേ കസ്റ്റമറൊക്കെ വരുമ്പോൾ എന്നെ പറയാറുണ്ട് കേട്ടോ, യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, വീഡിയോ ഒക്കെ ഇടാറുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കേട്ടോ. കുറേ പേരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് നമ്മുടെ ചാനൽ റീച്ചൊന്നും ആയിട്ടില്ല, എന്നാലും ഇപ്പം തന്നെ കുറച്ചൊക്കെ കാണണമെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ പിന്നെ അടുത്ത പണിയെന്ന് വെച്ചാൽ തുണികളിട്ടുണ്ടായിരുന്നു കേട്ടോ വാഷിംഗ് മെഷീനിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചിടുകയാണ്. അപ്പം മോള് വന്നപ്പോൾ മോള് വീഡിയോ ഒക്കെ എടുത്തന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവൾ വീഡിയോ ഒക്കെ എടുക്കാൻ കൂടാറുണ്ട്. അങ്ങനെ ഞാനിതായി തുണികളൊക്കെ ഒന്ന് വിരിച്ചിടട്ടെ കേട്ടോ. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് കഴിഞ്ഞു കേട്ടോ. പിന്നെ പാൽക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി ചായ വെക്കണം കേട്ടോ. ഇപ്പോൾ സമയം 5:15. ഇപ്പം 5:15 പാല് വരുന്നത് കേട്ടോ. ഒരുപാട് സമയമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചായയൊക്കെ വെക്കട്ടെ. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വേണം ഇനി ബാക്കിയുള്ള പരിപാടി. ബാക്കി ഇനിയിപ്പോൾ പരിപാടി എന്ന് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഷോപ്പ് അടയ്ക്കണം. അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ്. അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ മുറ്റൊന്ന് അടിച്ചു വരാനുണ്ട്. അപ്പോൾ ചായ കുടിച്ചിട്ട് പോയിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്കും കണ്ണം ചേച്ചിക്ക് മാത്രം ചായ വെക്കട്ടെ കേട്ടോ. മോള് പിന്നെ കുടിക്കില്ലല്ലോ. അവൾ പിന്നെ വന്നപ്പോൾ മോരുവെള്ളമൊക്കെ കുടിച്ചു. പിന്നെ വിശക്കുന്നുണ്ട് പറഞ്ഞു കേട്ടോ. പിന്നെ അവൾക്ക് ഞാനും പഴം വേവിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മോളതൊക്കെ കഴിച്ചിട്ട് അവിടെ ഉമ്മർത്ത് ടിവിയും കണ്ടിട്ട് ഹാളിലിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷമുള്ള വീഡിയോ കുറേയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം മുറ്റമൊക്കെ അടിച്ചു വാരാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വാരി പിന്നെ ഷോപ്പൊക്കെ അടച്ചു. പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് മേലൊക്കെ കഴുകി. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിക്ക് ഫുഡ് ചോറ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വെച്ച ചോറ് ബാക്കി ഉണ്ടായിരുന്നു. പിന്നെ മുട്ട വറുത്തു കേട്ടോ. പിന്നെ മോൾക്ക് മുട്ട വറുക്കണം പറഞ്ഞിട്ട് മുട്ട വറുത്തു. പിന്നെ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും പിന്നെ രാവിലത്തെ പയറുപ്പേരിയോ ഉച്ചയ്ക്ക് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നില്ല പയറുപ്പേരി, അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും മോളും കൂടി ചോറ് കഴിക്കുകയാണ്. പിന്നെ കണ്ണം ചേച്ചി അത് അടുക്കളയിലിരുന്ന് ദോശ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണം ചേച്ചി പിന്നെ ദോശയുണ്ട്. പിന്നെ കറി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ചമ്മന്തി അരച്ചു കൊടുത്തിട്ടോ. ഉള്ളി ചമ്മന്തി അരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ.